2016 ഫ്രാൻസുമായി റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള സംഭാഷണങ്ങൾ നടക്കുന്ന സമയം യുദ്ധവിമാനങ്ങളിലും അതിവേഗ റഡാറിലുമൊക്കെ ഉപയോഗിക്കുന്ന ഹൈസ്പീഡ് പവർ ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാനമായ ഗാലിയം നൈട്രൈഡ് ടെക്നോളജി കൂടി വിമാനത്തോടൊപ്പം ലഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പക്ഷേ വളരെ സെൻസിറ്റീവും തന്ത്രപ്രധാനവുമായ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനാകില്ല എന്ന നിലപാടാണ് അവർ എടുത്തത്. പകരം ഗാലിയം നൈട്രൈഡ് ഫിനിഷ്ഡ് ചിപ്പുകൾ നൽകാം എന്നാണ് അവർ പറഞ്ഞത്. അന്ന് നമുക്ക് അത്യാവശ്യമായി 2 സ്ക്വാഡ്രണെങ്കിലും റഫേൽ വിമാനങ്ങൾ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ഗാലിയം നൈട്രൈഡ് ചിപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യ കടുംപിടുത്തത്തിന് പോയില്ല. പിന്നീട് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായ റഷ്യയും ഇന്ത്യക്ക് ഈ ടെക്നോളജി നിഷേധിച്ചു. പക്ഷേ 7 വർഷങ്ങൾക്കിപ്പുറം DRDO സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സ്വന്തം ഗാലിയം നൈട്രൈഡ് ചിപ്പുകൾ കണ്ട് ലോകം അമ്പരന്ന് നിൽക്കുകയാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലാണിത്. ഒരുങ്ങിയിറങ്ങിയാൽ ഇന്ത്യയുടെ പ്രതിഭയെ തടയാൻ ആർക്കുമാകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്താണപ്പാ ഇത്ര ഭീകരനായ ടെക്നോളജി? നമുക്കൊന്ന് നോക്കിയാലോ? എന്നാൽ തുടങ്ങാം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ കയ്യിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണായാലും റേഡിയോയായാലും ബ്ലൂടൂത്ത് സ്പീക്കർ, ലാപ്ടോപ്പ്, ഇതൊക്കെയായാലും കുറച്ച് സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂടാകാറുണ്ട്, അല്ലേ? കൂടുതൽ ചൂടായാൽ അതിൻ്റെ പെർഫോമൻസ് കുറയും. ഇങ്ങനെ ചൂടാകുന്നത് കുറയ്ക്കാനും തണുപ്പിക്കാനും മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും കൂളിംഗ് ഫാനും ഹീറ്റ് സിങ്കും എല്ലാം ഉണ്ടാകും. ഇതിന് കേടുപറ്റിയാൽ ഉപകരണം ചിലപ്പോൾ കത്തിപ്പോകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഉപകരണങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹം ഉപയോഗിച്ചുള്ള ഡാറ്റ കൈമാറ്റങ്ങളാണ്. ഇതിലെല്ലാം ഉള്ളത് സെമി കണ്ടക്ടർ കമ്പോണൻറ്റുകളും ചിപ്പുകളുമൊക്കെയാണ്. എന്താണ് സെമി കണ്ടക്ടർ എന്ന് പല വീഡിയോകളിലും ഇവിടെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയിലുള്ള കുറച്ചൊക്കെ വൈദ്യുതി കടത്തിവിടുന്ന മെറ്റീരിയലുകളാണ് സെമി കണ്ടക്ടറുകൾ. സിലിക്കോൺ ആണ് ഇതിൻ്റെ അടിസ്ഥാനം. സിലിക്കോൺ പ്രകൃതിയിൽ ധാരാളമുള്ള ഒരു പദാർത്ഥമാണ്. മണൽ അടിസ്ഥാനപരമായി സിലിക്കയാണ്. ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സിലിക്കോണിൽ ഫോസ്ഫറസ്, ആഴ്സനിക് എന്നിവ ആവശ്യം പോലെ കലർത്തിയാണ് അവയെ പലതരത്തിലുള്ള സെമി കണ്ടക്ടറുകളാക്കുന്നത്. ഇങ്ങനെയുണ്ടാക്കുന്ന P ടൈപ്പ്, N ടൈപ്പ് സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ചാണ് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ ഉണ്ടാക്കുന്നത്. PN എന്നതൊക്കെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള സെമി കണ്ടക്ടർ കമ്പോണൻറ്റുകളിലൂടെ സിഗ്നലുകളെ കടത്തിവിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കുതകുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഏർപ്പാടാണ് ഒറ്റ വാചകത്തിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ടാങ്കിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം, അത് അടുക്കളയിലും കുളിമുറിയിലും ഗാർഡനിലുമെല്ലാം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി പലതരത്തിലുള്ള ടാപ്പുകളും വാൽവുകളും പൈപ്പുകളുമുണ്ട്. ഇതുപോലെയാണ് ഇലക്ട്രോണിക് സർക്യൂട്ടും അതിലുള്ള വിവിധ കമ്പോണൻറ്റുകളും ചിപ്പുകളുമെല്ലാം. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, അല്ല കോടിക്കണക്കിന് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ അതിസൂക്ഷ്മവും അതിസങ്കീർണവുമായ ടെക്നോളജിയിലൂടെ ചെറിയ സിലിക്കോൺ പാളികൾ അഥവാ വേഫറുകളിൽ പതിപ്പിച്ചെടുക്കുന്നതാണ് മൈക്രോ ചിപ്പുകൾ. നമ്മുടെ ഒരു ഫോണിലെ ചിപ്പിൽ തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് കമ്പോണൻറ്റുകൾ ഇങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവയൊക്കെ അതിവേഗം ചൂടാകുന്നുണ്ട്. അതിന് കാരണം അതിലൂടെ കടന്നു പോകുന്ന ഡേറ്റ അതിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിലാകുമ്പോഴാണ്. ഒരു ഇടുങ്ങിയ റോഡിൽ കൂടി ഒരുപാട് വാഹനങ്ങൾ വന്നാൽ റോഡ് ബ്ലോക്കാകും. റോഡിലിട്ട് ഇരപ്പിക്കുമ്പോൾ വണ്ടി ചൂടാകും, ആകെ പ്രശ്നമാകും. അതുപോലെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഇത് കൈകാര്യം ചെയ്യാൻ ഒരുപാട് കമ്പോണൻറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കാര്യങ്ങളെ മാനേജ് ചെയ്യാം. പക്ഷേ അപ്പോൾ ഉപകരണത്തിൻ്റെ വലിപ്പവും ഭാരവും കൂടും. ഇനി ഒന്നോർത്തു നോക്കിക്കേ. വിമാനങ്ങൾ, റോക്കറ്റുകൾ, ബഹിരാകാശ പേടകങ്ങൾ, റഡാറുകൾ, ഇതിലൊക്കെ ഒരേ സമയം ശതകോടിക്കണക്കിന് ഡേറ്റയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഈ ചൂടാവലും ഹാങ് ആവലും ഒന്നുമില്ലേ?
അതുമല്ല, വലിയ ചൂട്, മർദ്ദം, വലിയ ചൂടിൽ നിന്ന് കൊടും തണുപ്പിലേക്ക് മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗത, ഇങ്ങനെ എക്സ്ട്രീം കണ്ടീഷനുകളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ എങ്ങനെയാണ് ഒരു കേടും കൂടാതെ ഒരു പ്രശ്നവുമില്ലാതെ വർഷങ്ങളോളം പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്ന് അത്ഭുതം തോന്നുന്നില്ലേ? അവിടെയാണ് ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വ്യത്യാസം. സാധാരണ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളും ചിപ്പുകളും എല്ലാം ഉണ്ടാക്കുന്നത് ഭൂമിയിൽ സുലഭമായി ലഭിക്കുന്ന സിലിക്കോൺ കൊണ്ടാണെങ്കിൽ എയ്റോസ്പേസ് ഗ്രേഡ് ഇലക്ട്രോണിക്സ് എന്നത് സിലിക്കോൺ ബേസ്ഡ് അല്ല. അതാണ് ഗാലിയം ബേസ്ഡ് ഇലക്ട്രോണിക്സ്. വളരെ സോഫ്റ്റായ, കേവലം 30 ഡിഗ്രിയിൽ നമ്മുടെ കൈവെള്ളയിൽ വെച്ചാൽ പോലും ഉരുകിപ്പോകുന്ന ഒരു ലോഹം, മെറ്റലാണ് ഈ ഗാലിയം എന്ന് പറയുന്നത്. ഇത് പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ ഇല്ല. അലുമിനിയം ഓർ അയിര് ആയ ബോക്സൈറ്റിൽ ആണ് ഗാലിയത്തിൻ്റെ സാന്നിധ്യമുള്ളത്. ഈ ബോക്സൈറ്റിൽ നിന്നുമാണ് ഗാലിയം വേർതിരിച്ചെടുക്കുന്നത്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോളിസിസ് പ്രക്രിയയിൽ ഒരു ബൈ പ്രോഡക്റ്റായി ചെറിയ തോതിൽ ഗാലിയവും ഉണ്ടാകും. ഇങ്ങനെ ലഭിക്കുന്ന ഗാലിയത്തെ നൈട്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് ഗാലിയം നൈട്രൈഡ് ഉണ്ടാക്കുന്നത്. സിലിക്കോണിന് പകരം ഈ ഗാലിയം നൈട്രൈഡ് ഉപയോഗിച്ചാണ് മേൽപ്പറഞ്ഞ എയ്റോസ്പേസ് ഗ്രേഡിലുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ ഉണ്ടാക്കുന്നത്. ഇവയ്ക്ക് വളരെ ഉയർന്ന ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ വളരെ വലിയ താപവ്യതിയാനങ്ങളെ താങ്ങാൻ അതിന് കഴിയും. ഉദാഹരണത്തിന് പറയാം, വിമാനങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ സാധാരണ ടെമ്പറേച്ചർ ആയിരിക്കും 35-36 ഡിഗ്രിയൊക്കെ ചൂടിലായിരിക്കും. എന്നാൽ പറന്നു മുകളിലെത്തിയാൽ -30-40 ഡിഗ്രിയൊക്കെ ആയിരിക്കും. ബഹിരാകാശ വാഹനങ്ങളാണെങ്കിൽ പിന്നെയും ഈ വ്യത്യാസം കൂടും. ഒരു ബഹിരാകാശ വാഹനത്തിൻ്റെ സൂര്യൻ അഭിമുഖമായുള്ള ഭാഗം 150 ഡിഗ്രി വരെ ചൂടാകുമ്പം അതിൻ്റെ മറുഭാഗം -100 ഡിഗ്രി വരെയൊക്കെ ആയിരിക്കും. അതുപോലെ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ വളരെ വലിയ കുലുക്കവും വിറയലും എല്ലാം ഉണ്ടാകും. സാധാരണ സിലിക്കൺ കമ്പോണൻറ്റുകൾക്ക് ഇതൊന്നും താങ്ങാൻ കഴിയില്ല. എയ്റോസ്പേസ് ഗ്രേഡ് ചിപ്പുകൾ ഉണ്ടാക്കുന്നത് സിലിക്കോൺ വേഫറുകൾ കൊണ്ടല്ല, ഗാലിയം വേഫറുകൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഗാലിയം നൈട്രൈഡ് ചിപ്പുകളാണെങ്കിൽ ഈ അവസ്ഥകളൊക്കെ നന്നായി മാനേജ് ചെയ്ത് സ്മൂത്തായി പ്രവർത്തിക്കും. അതുപോലെ വിമാനങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ഡേറ്റകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ വിമാനങ്ങളെ നിരീക്ഷിക്കുന്ന റഡാറുകൾ, വിമാനത്തിലുള്ള റഡാറുകൾ, ഇതിനൊന്നും നിമിഷാർദ്ധം പോലും ഹാങ് ആകാൻ കഴിയില്ല. ഇവിടെയും വേണ്ടത് സിലിക്കോൺ ബേസ്ഡ് ഇലക്ട്രോണിക്സ് അല്ല. അവിടെയും ഗാലിയം നൈട്രൈഡ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോണൻറ്റുകളും ചിപ്പുകളുമാണ് വേണ്ടത്. അതായത് സിലിക്കോൺ കമ്പോണൻറ്റുകളും ചിപ്പുകളും സാധാരണ നാട്ടിൻപുറത്തെ റോഡുകളാണെങ്കിൽ ഗാലിയം ഇലക്ട്രോണിക്സ് എന്നത് എക്സ്പ്രസ് ഹൈവേ ആണ്. ഇതെങ്ങനെ പറയാം? ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് പ്രവർത്തിക്കുന്നത് അതിൽ ഇലക്ട്രോണുകളുടെ ചലനം മൂലമാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഒരു ആറ്റത്തിൽ നിന്ന് അടുത്തതിലേക്ക് ചാടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, നാം ഒരു കുഴി ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. വീതി കുറഞ്ഞ കുഴിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചാടാം. കുഴിയുടെ വീതി കൂടുന്തോറും കൂടുതൽ എനർജിയോടെ ശക്തമായി ചാടണം. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ എനർജി ആർക്കാണോ അവർക്ക് മാത്രമേ ഇത് ചാടിക്കടക്കാൻ കഴിയൂ. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കുഴി ചാടിക്കടക്കാൻ കഴിയുകയുള്ളൂ. ഇലക്ട്രോണിക്സിൽ ഇതിന് പറയുന്നത് ബാൻഡ് ഗ്യാപ്പ് എന്നാണ്. ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റ് കൊണ്ടാണ് ബാൻഡ് ഗ്യാപ്പ് അളക്കുന്നത്. സിലിക്കോണിൻ്റെ ബാൻഡ് ഗ്യാപ്പ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഗാലിയം നൈട്രൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്നത് പറയുന്നത് 3.4 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇവിടെ ഇലക്ട്രോണിന് അടുത്ത പോയിന്റിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമാണ്. അങ്ങനെ കൂടുതൽ എനർജിയുള്ള ഇലക്ട്രോണുകൾ മാത്രം ഒഴുകിക്കൊണ്ട് ഇലക്ട്രോൺ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ തടസ്സങ്ങളില്ലാതെ ആ ഫ്ലോ ഉറപ്പാക്കും. എന്നാൽ സിലിക്കോണിലാണെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് കയറിപ്പോകും. ഇവ തമ്മിൽ കൂട്ടിയുരഞ്ഞ് ചൂടുണ്ടാകും, കൺജസ്റ്റഡ് ആകും. സ്വാഭാവികമായും ഗാലിയം ഇലക്ട്രോണിക്സിൽ കൂടുതൽ പവർ വേണ്ടി വരും. അല്ലപ്പാ, ഈ ഗാലിയം ഇലക്ട്രോണിക്സ് ഇങ്ങനെ ആകാശത്തും ശൂന്യാകാശത്തും മാത്രമേ ഉള്ളൂ? അല്ല, നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലും അതുണ്ട്. വിപണിയിൽ വളരെ സുലഭമായ ഫാസ്റ്റ് ചാർജറുകളില്ലേ, മിന്നൽ വേഗത്തിൽ മൊബൈൽ ഫോണുകളൊക്കെ ചാർജ് ചെയ്യുന്ന ഒട്ടും ചൂടാകാത്ത ചാർജറുകൾ,
ഇവ ഗാലിയം കമ്പോണൻറ്റുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഐഫോണിൻ്റെയൊക്കെ ചാർജറിന് എന്താണ് ഈ അന്യായ വില എന്ന് ചിന്തിച്ചിട്ടില്ലേ? കാരണം ഇതാണ്. അതുപോലെ വലിയ പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്ന മേഖലയാണ് റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഗാലിയം ഇലക്ട്രോണിക്സിലേക്ക് കൂടുമാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ എഞ്ചിൻ്റെ എഫിഷ്യൻസിയും ലൈഫും പെർഫോമൻസും എല്ലാം കൂടും. ഇലക്ട്രിക് വാഹന ലോകത്തെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് വാഹനം ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം, അതുപോലെ ബാറ്ററിയുടെ പെർഫോമൻസ് ഒക്കെയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഗാലിയം നൈട്രൈഡ് ചിപ്പുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ഭാവിയിൽ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്ന സമയം കൊണ്ട് ഒരു കാറിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. അതുപോലെ ഇനിയും വരാൻ പോകുന്ന ഐഫോണിൻ്റെയൊക്കെ അടുത്ത വേർഷൻ, ഐഫോൺ 18, 19 ആ വേർഷനിലൊക്കെ ഗാലിയം നൈട്രൈഡ് ചിപ്പുകളായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു. എന്തായാലും അപ്പോൾ എന്താണ്, ഫോണിൻ്റെ എല്ലാം ബാറ്ററിയുടെ ചാർജ് കൂടുതൽ കിട്ടും, പെർഫോമൻസ് കൂടും, ലൈഫ് കൂടും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അവിടെയുണ്ട്. അതായത് ഈ ഗാലിയം നൈട്രൈഡ് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്കും അതിവേഗം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. സങ്കീർണമായ ടെക്നോളജി, ചെലവ് എന്നതൊക്കെയാണ് ഈ രംഗത്ത് മുതൽ മുടക്കുന്നതിൽ നിന്നും സംരംഭകരെ പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ ടെക്നോളജി വ്യാപകമാകുമ്പോൾ സ്വാഭാവികമായി ചെലവ് കുറയും. അങ്ങനെ ഇപ്പോഴത്തേതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഗാലിയം നൈട്രൈഡ് ടെക്നോളജി സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകും. മൊബൈലും നെറ്റ് ബാങ്കിങ്ങും എല്ലാം അങ്ങനെയല്ലേ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതായത്. ഇന്ത്യ ലോകത്ത് ഏറ്റവും അധികം ബോക്സൈറ്റ് നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ്. ബോക്സൈറ്റ് നിക്ഷേപം, അലുമിനിയം നിർമ്മാണം, ഇതിലൊക്കെ ഇന്ത്യയും ചൈനയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ ബോക്സൈറ്റിലുള്ള അലുമിനിയം നിർമ്മാണത്തിൻ്റെ ബൈ പ്രോഡക്റ്റായ ഗാലിയത്തിൻ്റെ 93% ഉൽപ്പാദനവും ചൈനയിലാണ്. അവരുടെ ഡെപ്പോസിറ്റിന് പുറമേ വൻതോതിൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ഗിനിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ബോക്സൈറ്റ് ഇറക്കുമതി ചെയ്ത് അവർ ഒരേ സമയം അലുമിനിയത്തിൻ്റെയും ഗാലിയത്തിൻ്റെയും വേൾഡ് ലീഡേഴ്സാണ്. ഇന്ന് അമേരിക്കയും ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കം അവർക്കാവശ്യമുള്ള ഗാലിയം വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ഇപ്പോൾ ചൈന ഗാലിയം എക്സ്പോർട്ട് അങ്ങോട്ട് നിർത്തിയാൽ ലോകത്തെ വ്യോമയാന പ്രതിരോധ വ്യവസായം സ്തംഭിച്ചു പോകും, സംശയമില്ല. വളരെ ദീർഘവീക്ഷണത്തോടെ അവർ പണ്ടേ 80കളിൽ 70കളിലും 80കളിലും നടത്തിയ നിക്ഷേപത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമാണിത്. സത്യത്തിൽ നാം ആ അവസരം മിസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ചൈനയെപ്പോലെ തന്നെ ബോക്സൈറ്റ് നിക്ഷേപവും ഗാലിയം നിർമ്മിക്കാൻ ആവശ്യമായ പൊട്ടൻഷ്യലും ഉണ്ടെങ്കിലും ഇന്ത്യ അടുത്ത കാലം വരെ ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ അലൂമിനിയം വ്യവസായത്തിൻ്റെ ഭാഗമായി ഗാലിയം വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി വൈകിയാണെങ്കിലും ഭാഭ ആറ്റോമിക് സെൻറ്റർ വികസിപ്പിച്ചു. വളരെ സങ്കീർണമായ ടെക്നോളജിയാണിത്. ഇതിന് വലിയ തോതിൽ സർക്കാരിൻ്റെ പോളിസി ഡിസിഷൻസ്, സപ്പോർട്ട്, ഫണ്ട് എല്ലാം ആവശ്യമാണ്. ഗാലിയത്തിൻ്റെ ഈ അപാരമായ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. സർക്കാർ അതിനനുസരിച്ചുള്ള പോളിസികൾ ഉണ്ടാക്കിയപ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങി. അങ്ങനെ DRDOയും ISROയും ചേർന്ന് ഗാലിയം നൈട്രൈഡ് ടെക്നോളജി വെറും 4 വർഷം കൊണ്ട് വികസിപ്പിച്ചു. ഗാലിയം നൈട്രൈഡിനേക്കാളും സങ്കീർണത കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമായ ഗാലിയം ഓക്സൈഡ് ടെക്നോളജിയും ഇപ്പോൾ പ്രാരംഭ ദശയിലാണ്. ഗാലിയം ഓക്സൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് 4.9 ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് ഗാലിയം നൈട്രൈഡിനേക്കാൾ കൂടുതൽ. അപ്പോൾ കൂടുതൽ വോൾട്ടേജൊക്കെ കൈകാര്യം ചെയ്യാൻ ഗാലിയം ഓക്സൈഡ് ചിപ്പുകൾക്ക് കഴിയും. പക്ഷേ ചൂട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ഗാലിയം നൈട്രൈഡിനാണ്. ഇപ്പോൾ ഈ ടെക്നോളജി വികസന ഘട്ടത്തിലാണ്. ഭാവിയിൽ വലിയ പവർ ഗ്രിഡുകൾ, അൾട്രാ ഹൈ വോൾട്ടേജ് പവർ ആപ്ലിക്കേഷൻസിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ടെക്നോളജിയാണ് ഗാലിയം ഓക്സൈഡ്. ഈ മേഖലയിലും ഇന്ത്യ നിർണായക നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ഗാലിയത്തിന് ചൈനയല്ലാതെ മറ്റൊരു സോഴ്സ് അന്വേഷിച്ചിരുന്ന ലോകത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസ വാർത്തയാണ് ഇന്ത്യ ഈ ടെക്നോളജിയിൽ പ്രാവീണ്യം നേടിയിരിക്കുന്നു എന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗാലിയം ഹബ്ബാകാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യക്കുണ്ട് എന്നതുകൊണ്ട് പ്രധാന ലോകരാജ്യങ്ങൾക്കും പ്രതിരോധ ശക്തികൾക്കും ഇന്ത്യയുമായി ഇടപാട് നടത്താനാകും കൂടുതൽ താൽപ്പര്യം. ഇപ്പോൾ നമ്മുടെ സ്പേസ്, വ്യോമയാന മേഖലകൾക്ക് ആവശ്യമായ എല്ലാ ഹൈ എൻഡ് ഇലക്ട്രോണിക്സ് ഘടകങ്ങളും ഇറക്കുമതി ചെയ്യുകയാണ്. അവിടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ കയറ്റുമതി ആരംഭിക്കും.
വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.